നിങ്ങൾക്ക് സ്ക്രീൻ കാണാലോ അല്ലേ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോ ഈ രണ്ടാഴ്ച, ഒരു 3 ആഴ്ച മുമ്പ്, ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു 2 ആഴ്ച മുമ്പ് നിങ്ങളുടെ ഒരു സപ്ലിമെന്ററി എക്സാം നടന്നിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിക്കാം. ഇത് കഴിഞ്ഞ ഡിസംബറിൽ പിന്നെ നിങ്ങളുടെ സീനിയർ ബാച്ചിന് നടന്ന റെഗുലർ എക്സാം ആണ്, റെഗുലർ പ്ലസ് സപ്ലിമെന്ററി. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് ആദ്യം ലാസ്റ്റ് മൊഡ്യൂളിൽ തന്നെ തുടങ്ങാം. നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയത് ലാസ്റ്റ് മൊഡ്യൂൾസ് ആണല്ലോ. Here 12th question. Design a suitable test setup used for the evaluation of weldment in stainless steel using eddy current testing. Design a suitable test setup used for the evaluation of weldment in stainless steel using eddy current testing. 10 മാർക്കാ. എന്താ ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ ആൻസർ? എന്താ ഇതിന്റെ ആൻസർ? ഇതെങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യനിലില്ലേ ഇത്രയും കാര്യമില്ലേ ഞാനിപ്പോ സെലക്ട് ചെയ്യുന്ന സ്യൂട്ടബിൾ ടെസ്റ്റ് സെറ്റപ്പ് യൂസ്ഡ് ഫോർ ദി ഇവാലുവേഷൻ ഓഫ് വെൽഡ്മെന്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത്രയും കാര്യം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്താ അറിയോ? എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫിഗർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ വരയ്ക്കുന്ന ഫിഗറിലെ ടെസ്റ്റ് പീസ് എന്തായിരിക്കണം? ടെസ്റ്റ് പീസ് ഇവിടെ പറഞ്ഞ സാധനമായിരിക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ്മെന്റ്, അതായത് നമ്മൾ ടെസ്റ്റ് പീസ് ആയിട്ട് കാണിക്കുന്ന എലമെന്റ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്ലേറ്റ് ആയിരിക്കണം. അതിൻ്റെ അകത്ത് വെൽഡിങ്ങിലുള്ള രീതിയിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ് ടെസ്റ്റ് പീസ് ആയിട്ട് കാണിക്കുക. ബാക്കിയൊക്കെ നമ്മൾ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് വർക്കിംഗ് എങ്ങനെയാണോ പറഞ്ഞത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഈ ക്വസ്റ്റ്യൻ. 10 മാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു വെൽഡ്മെന്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വേറെ എന്തോ സെറ്റപ്പ് സംതിങ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പല ആളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് സംഭവം എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ടെക്നിക്ക് എങ്ങനെയാണ്, ആ ടെസ്റ്റിംഗ് ടെക്നിക്കിന്റെ ടെസ്റ്റ് പീസ് ആയിട്ട് ഒരു വെൽഡ്മെന്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൺസിഡർ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പറ്റുമോ? ചെയ്യാൻ പറ്റൂലേ? എന്തൊക്കെ വരക്കണം? എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ടെക്നിക്ക് വരച്ച് കാണിക്കേണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം? കോയിൽ വേണം, ടെസ്റ്റ് പീസ് വേണം. ഇവിടെ ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗ് ഉള്ള അല്ലെങ്കിൽ വെൽഡ്മെന്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, ദെൻ കോയിലിനകത്ത് എ സി കൊടുക്കണം അല്ലെ? എ സി കാണിക്കണം. പിന്നെ നമ്മളെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിന്റെ ഡിസ്പ്ലേ കാണിക്കണം. വേണ്ടേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഈ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എന്താണ് എഡ്ഡി കറണ്ട് എന്നുള്ളതും, പിന്നെ നമ്മൾ ആ ലിഫ്റ്റ് ഓഫ് കുറച്ചുകൊണ്ട് വരുമ്പോൾ എഡ്ഡി കറണ്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാക്സിമം ആയിരിക്കും. ദെൻ ക്രാക്ക്, വെൽഡിങ്ങിൽ എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് കോയിലിന്റെ ഇംപിഡൻസിൽ വരുന്ന മാറ്റം, ആ മാറ്റമാണ് നമ്മുടെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി 10 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ACT. ഫസ്റ്റ് വൺ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ബേസിക് ഫിസിക്സിനകത്ത് പഠിച്ചാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോയിലിനകത്ത് AC കൊടുക്കുമ്പോൾ അതിന്റെ ഗ്രോത്ത് ഓർ ഡീക്കേയിങ്ങിനെ ഓപ്പോസ് ചെയ്യാനുള്ള ആ കോയിലിന്റെ ടേൺസിന്റെ എബിലിറ്റി അല്ലെ? ദെൻ വാട്ട് ഈസ് ഇംപിഡൻസ്? ഇംപിഡൻസിന്റെ ആ ഒരു ഗ്രാഫ് ഫോർമുല, എക്സ് ആക്സിസും വൈ ആക്സിസ്. ദെൻ ഒരു ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റ് Z എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ദെൻ പെർമിയബിലിറ്റി. വാട്ട് ഈസ് പെർമിയബിലിറ്റി? പെർമിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി. സോ എഡ്ഡി കറന്റിന്റെ ടെസ്റ്റിംഗ് കേസിൽ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോയിലിൽ നിന്ന് വരുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടുകയും എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി അല്ലെ? നമ്മൾ ബേസിക് ഫിസിക്സ് ടേംസിൽ എല്ലാ മൊഡ്യൂളിലും ബേസിക് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് കേട്ടു പോകാനല്ല, ഇതേപോലെ എക്സാമിന് ചിലത് പേരെടുത്ത് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഹൗ ഇസ് ദി ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ക്യാരിഡ് ഔട്ട് ഇൻ ECT?
ഇൻക്ലൂഡ് നെസസറി ഫിഗേഴ്സ്. ഇതേതാ എഴുതണ്ടേ? എങ്ങനെയാണ് എഡി കറന്റ് ടെസ്റ്റിംഗിൽ ഡിസ്കണ്ടിന്യൂറ്റീസിനെ കണ്ടുപിടിക്കുക? ഫിഗേഴ്സ് വെച്ചുകൊണ്ട്, നെസസറി ഫിഗേഴ്സ് വെച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ആപ്ലിക്കേഷൻസ് ഓഫ് എൻ ഡി ടിയിൽ നമ്മൾ എത്ര ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് എഡി കറന്റ് ടെസ്റ്റിംഗില്? എഡി കറന്റ് ടെസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? ഒന്ന് ക്രാക്ക് ഡിറ്റക്ഷൻ, പിന്നെ ഡിസ്കണ്ടിന്യൂറ്റി, അല്ലെ അതിന് ക്രാക്ക് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ഡിറ്റക്ഷൻ, പിന്നെ കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, ഇൻസ്പെക്ഷൻ ഓഫ് തിക്നെസ് മെഷർമെന്റ്, പിന്നെ ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ് ഇൻസ്പെക്ഷൻ. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആ ചോദിച്ചത് ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓർ സർഫസ് ക്രാക്ക്. അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ചെയ്യുക? അപ്പൊ നമ്മൾ അതിന് പ്രൊസീജിയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ആദ്യം നമ്മളൊരു കോയിൽ എടുക്കണം, ഈ ഫിഗർ വെച്ചിട്ട് അല്ലെ. കോയിൽ നമ്മൾ എ സി കൊടുക്കണം, സർഫസിൽ കൊണ്ടാണ്ട് നെൽ പോയിന്റ് സെറ്റ് ചെയ്യണം, ഓർമ്മയില്ലേ? നെൽ പോയിന്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഡിസ്കണ്ടിന്യൂറ്റിയിൽ ഇപ്പൊ ഇവിടെ 3 ഡെപ്തിലുള്ള ക്രാക്ക് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്രാക്കിൽ എത്തുമ്പോൾ കറസ്പോണ്ടിങ് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം കിട്ടും. ദെൻ രണ്ടാമത്തെ ക്രാക്കിൽ എത്തുമ്പോൾ ക്രാക്കിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് പുതിയൊരു പ്ലെയിൻ ഡയഗ്രാം കിട്ടും. മൂന്നാമത്തേൽ എത്തുമ്പോൾ വേറെ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ പ്രൊസീജിയറിനകത്ത് ഈ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ കോയില് എന്ത് ചെയ്യണം? നമ്മുടെ ടെസ്റ്റ് പീസിന്റെ സർഫസിൽ കൊണ്ടാണ്ട് നൾ പോയിന്റ് സെറ്റ് ചെയ്യണം. ആ നൾ പോയിന്റ് സെറ്റ് ചെയ്താൽ നമുക്കൊരു ഫ്രീ സ്പേസ് ആ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസിനകത്ത് കിട്ടുക. ദെൻ നമ്മൾ ഇതിന്റെ സർഫസിലൂടെ സ്കാൻ ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ക്രാക്ക് വരുമ്പോൾ കറസ്പോണ്ടിങ് ഇംപിഡൻസ് ചേഞ്ച് കാണിക്കും അല്ലെ. പറഞ്ഞ ഓർമ്മയില്ലേ? ഓക്കെ, അതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്ന 5 മാർക്കായി. Then next, with the help of neat sketches, explain how the thickness measurement is carried out using ECT. ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ അല്ല, നമ്മൾ പഠിച്ച പ്രകാരം 4ാമത്തെ ആപ്ലിക്കേഷൻ തിക്നെസ് മെഷർമെന്റ്. തിക്നെസ് മെഷർമെന്റിന്റെ പ്രിൻസിപ്പിൾ എന്താ? ലിഫ്റ്റ് ഓഫ് അല്ലടാ. തിക്നെസ് കൂടുന്തോറും ലിഫ്റ്റ് ഓഫ് കൂടുകയല്ലേ ചെയ്യുന്നേ? തിക്നെസ് കുറയുമ്പോൾ ലിഫ്റ്റ് ഓഫ് കുറയുന്നു. അത് നമ്മുടെ ടെസ്റ്റ് പീസിന്റെ മേലയിൽ വരുന്ന നോൺ കണ്ടക്ടിങ് കോട്ടിങ്ങിന്റെ തിക്നെസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആ നോൺ കണ്ടക്ടിങ് കോട്ടിങ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കോയിലിന്റെയും നമ്മുടെ കണ്ടക്ടർ എലമെന്റിന്റെയും ഇടയിലുള്ള ബാരിയർ ആണ്. അപ്പൊ ആ ബാരിയറിന്റെ തിക്നെസ് കൂടുന്തോറും ആക്ച്വലി ലിഫ്റ്റ് ഓഫ് ആണ് കൂടുന്നത്. ബാരിയറിന്റെ തിക്നെസ് കുറയും തോറും ലിഫ്റ്റ് ഓഫ് കുറയുന്നു. സോ ആ ലിഫ്റ്റ് ഓഫ് വെച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് തിക്നെസ് മെഷർമെന്റ്. അപ്പൊ നമ്മളിവിടെ 2 കേസുകൾ ഒരേ ടൈം എടുത്തിട്ട്, ഒരേ കോയിൽ, സെയിം എ സി കറണ്ട്, സെയിം ഫ്രീക്വൻസി റേഞ്ച് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടിനകത്തും ഇംപിഡൻസ് ചേഞ്ച് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ കോട്ടിംഗ് തിക്നെസ് കൂടുമ്പോൾ ഇംപിഡൻസ് ചേഞ്ച് മാറ്റായിരിക്കും. നേരെ മറിച്ച് കോട്ടിംഗ് തിക്നെസ് കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ അവിടുത്തെ ഇംപിഡൻസ് ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു ചേഞ്ച് ഇൻ ഇംപിഡൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? തിക്നെസ് മെഷർമെന്റ് കണ്ടക്ട് ചെയ്യുക അല്ലെ. ദെൻ ലാസ്റ്റ് വൺ, with neat sketch explain the construction and working of reflection probe and differential probe used in ECT. Reflection probe, differential probe. എന്താ differential probe? ഡിഫറൻഷ്യൽ ആ പേരിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഡിഫറൻഷ്യൽ പ്രോബ്? 2 പ്രോബ് ഉണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ടേണിങ്സ് ആണ് അല്ലെ. ഒന്നിൻ്റെത് ക്ലോക്ക് വൈസ് വൈൻഡിങ് ആണെങ്കിൽ മറ്റേതിന്റെ ആന്റി ക്ലോക്ക് വൈസ് വൈൻഡിങ് ആണ്. ദെൻ എന്താ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുക? റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് ഇവർ രണ്ടുപേരുടെയും ഇംപിഡൻസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക അല്ലെ. ഇപ്പൊ രണ്ടാളും ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവിടെ നമുക്ക് നോ ഔട്ട്പുട്ട് ആയിരിക്കും, കാരണം രണ്ടിലും സെയിം ഇംപിഡൻസ്.
ഇനി ഒരാൾ ക്രാക്ക് ഉള്ള സ്ഥലത്തും മറ്റേ ആൾ ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്തും ആണെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഇൻ ഇംപിഡൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് നമുക്ക് കാണും. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ പ്രോബ്. ഓർമ്മയില്ലേ? ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻഷ്യൽ പ്രോബ്. രണ്ട് കോയിൽസ്, ഒന്ന് ക്ലോക്ക് വൈസ് വൈൻഡിങ് ആണെങ്കിൽ മറ്റത് കൗണ്ടർ ക്ലോക്ക് വൈസ് വൈൻഡിങ്ങിലാണ്. ഇത് രണ്ടും സീരീസ്ലി കണക്റ്റഡ് ആണ്. ദെൻ ഇവർ രണ്ടിന്റെയും ഇംപിഡൻസിലെ ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. രണ്ടാളും ഇതേപോലെ ക്രാക്ക് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 0 ആയിരിക്കും. നേരെ മറിച്ച് ഇതിൽ ഒരാൾ ക്രാക്ക് ഉള്ള സ്ഥലത്തും മറ്റേ ആൾ ക്രാക്ക് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഇൻ ഇംപിഡൻസ് ഉണ്ടാവും. അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ? നെക്സ്റ്റ് ഈസ് റിഫ്ലക്ഷൻ പ്രോബ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, റിഫ്ലക്ഷൻ പ്രോബ്. ഇതിനകത്ത് രണ്ട് കോയിൽ ഉണ്ട്. ഒന്ന് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാനും, ഇവിടെ ഇപ്പൊ 3-4 ടൈപ്പ് കാണിച്ചാണ്. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇവിടെ സെൻട്രൽ ഒരു സിംഗിൾ കോയിൽ ഉണ്ട്. പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യുന്ന ഒരു കോയിൽ വേറെ ഉണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ഒരു കോയിലിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുക, മറ്റേയാളുടെ പർപ്പസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എഡ്ഡി കറണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് കണ്ടുപിടിക്കാൻ. അല്ലെ? ഇവിടെ ഇപ്പൊ ഈ താഴത്തെ ഫിഗർ നോക്കിയേ, ഇവിടെ രണ്ട് കോയിൽസ് ആയിട്ട് തന്നെ കാണാം. ഒരാൾ എഡ്ഡി കറണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ സർഫസിൽ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ. മറ്റേ ആള് ആ എഡ്ഡി കറണ്ടിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ. ഇവിടെ ഇതാ സെന്ററിന്ന് ഇവിടുന്ന് തുടങ്ങി, ഈ സെന്ററിൽ നിന്ന് തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യുന്ന ഒരു കോയിലുണ്ട്. അതേപോലെ ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് തുടങ്ങി അതർ എൻഡിൽ അവസാനിക്കുന്ന കോയിലുണ്ട്. ഇതിൽ ഒന്നിന്റെ പർപ്പസ് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുക, മറ്റേ ആള് ആ ചേഞ്ച് ഇൻ എഡ്ഡി കറണ്ട് ജനറേഷൻ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യുക. അല്ലെ? സോ ദിസ് ഇസ് ദി റിഫ്ലക്ഷൻ പ്രോബ്. ഇതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With neat sketch, explain the construction and working of reflection probe and differential probe used in ECT. Then അതിന് മുമ്പ് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിസംബർ 2018. ഇത് നിങ്ങളുടെ സൂപ്പർ സീനിയർ ബാച്ചിന്റെ യൂണിവേഴ്സിറ്റി എക്സാം. Question number 12. The tube bundle of a shell and tube heat exchanger has to be inspected for internal corrosion. Suggest the most suitable NDT technique and explain it. The tube bundle of a shell and tube heat exchanger has to be inspected for internal corrosion. Suggest the most suitable NDT technique and explain it. എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ ചെയ്യേണ്ടത്? ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറിലെ ട്യൂബ് എലമെന്റ് ഉണ്ട് അല്ലെ? ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോളോ സിലിണ്ടർ. അതിന്റെ ഉൾഭാഗത്ത് വരുന്ന കൊറോഷൻ ലെയർ എന്ന് പറഞ്ഞാൽ മെറ്റൽ തിന്നിങ്, കൊറോഷൻ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ കണ്ടുപിടിക്കാൻ ആവശ്യമായ ഏറ്റവും സ്യൂട്ടബിൾ NDT ടെക്നിക്ക് ഏതാണ്, എങ്ങനെയാണ് ചെയ്യുക? എങ്ങനെ ചെയ്യാം? ചേടാ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണേ. എങ്ങനെ ചെയ്യടാ? ഇന്റേണൽ ഡയമീറ്ററിലുള്ള അതായത് ഉൾഭാഗത്തുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ലേ? ഇവിടുത്തെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ്. ട്യൂബിനകത്ത് വരുന്ന മെറ്റീരിയൽ തിക്നെസ് അല്ലെങ്കിൽ കൊറോഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? പറഞ്ഞ ഓർമ്മയില്ലേ? ഇവിടെ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ട്യൂബ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് അല്ലെ? ട്യൂബ് ബണ്ടിൽ ഉണ്ട്. നിങ്ങൾ ഈ ഫിഗറിനകത്തുള്ള എലമെന്റ് ആണ് ട്യൂബ് ബണ്ടിൽ. ഒരുപാട് ട്യൂബ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉൾഭാഗത്ത് വരുന്ന ക്രാക്ക് അല്ല കൊറോഷൻ ലെയർ, കൊറോഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് നമ്മൾ ആപ്ലിക്കേഷനിലെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ്. ട്യൂബ് ഇൻസ്പെക്ഷൻ എന്താ ചെയ്യാ?
ഫീഡിങ് എ ഡിഫറൻഷ്യൽ ബോബിൻ പ്രോബ് ഇൻ ടു ദി ഇൻഡിവിജ്വൽ ട്യൂബ് ഓഫ് ദി ഹീറ്റ് എക്സ്ചേഞ്ചർ. ട്യൂബിന്റെ ഉള്ളിലേക്ക് എന്ത് കടത്തിവിടണം എന്നാ പറഞ്ഞിട്ടുള്ളേ? എടാ, ഇൻസൈഡ് ഏരിയ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബിന്റെ പേരെന്താ? ഇന്റേണൽ ഡയമീറ്റർ അല്ലെങ്കിൽ ബോബിൻ പ്രോബ് എന്ന് പറയും അല്ലെ. ഇപ്പൊ ഡിഫറൻഷ്യൽ ബോബിൻ പ്രോബ് എന്ന് പറഞ്ഞാല് രണ്ടെണ്ണം അല്ലെ, ഓപ്പോസിറ്റ് വൈൻഡിങ് ഉള്ള രണ്ട് പ്രോബിനെ നമ്മൾ ഉൾഭാഗത്തേക്ക് കടത്തിവിടും. എന്നിട്ടോ ഇതിനെ നമ്മൾ ട്യൂബിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന മൊമെന്റില് ഒരു കോയില് നമ്മുടെ കൊറോഷൻ ഉള്ള സ്ഥലത്തും മറ്റേ കോയില് കൊറോഷൻ ഫ്രീ ഉള്ള സ്ഥലത്തും എത്തുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇമ്പിഡൻസ് ഡിഫറൻസ് കിട്ടും അല്ലെ. ആ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൊറോഷൻ ഉള്ള സ്ഥലത്തെ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചത്. എ ബണ്ടിൽ ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ട്യൂബ് ബണ്ടിൽ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്യൂബ് ആണ് നമ്മുടെ വർക്ക് പീസ്. ദെൻ ഇൻസ്പെക്ടഡ് ഫോർ ഇന്റേണൽ കൊറോഷൻ. അവിടെയാണ് നമ്മൾ ബോബിൻ പ്രോബാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്റേണൽ ഡയമീറ്റർ പ്രോബാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ദെൻ സജസ്റ്റ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ NDT ടെക്നിക്. അപ്പൊ NDT ടെക്നിക്കിൽ എഡി കറന്റ് ടെസ്റ്റിംഗിൽ ടെസ്റ്റിംഗ് ഓഫ് ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചത് 10 മാർക്കിനാണ്. Then what are the different types of eddy current testing probes? പ്രോബിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? നമ്മൾ 2 ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ ടെസ്റ്റിംഗ് പ്രോബ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്? കോൺഫിഗറേഷൻ ബേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? സർഫസ്, പറഞ്ഞോ. Based on configuration, surface probe, പിന്നെ ഇവിടെ നോക്കിയിട്ടെങ്കിലും പറയടാ. ബോൾട്ട് ഹോൾ പ്രോബ്, പിന്നെ ഇൻസൈഡ് ഡയമീറ്റർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ OD ഓർ എൻസർക്ലിംഗ് പ്രോബ് അല്ലെ. ദെൻ വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു. ഏതാ? മോഡ് ഓഫ് ഓപ്പറേഷന്റെ ബേസില് അബ്സല്യൂട്ട്, ഡിഫറൻഷ്യൽ, റിഫ്ലക്ഷൻ ഇതിലില്ല, ഓർമ്മ വേണം. റിഫ്ലക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി ഹൈബ്രിഡ് പ്രോബ്. ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് 5 മാർക്കിന്. Then what are the major limitations of eddy current testing? ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് കണ്ടക്ടർ എലമെന്റിൽ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ അല്ലെ. Then penetration, depth of penetration, frequency ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് പെനിട്രേഷൻ റേഞ്ചേ ഉള്ളൂ. Then ക്രാക്കിന്റെ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് മാത്രമേ കിട്ടുള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് കിട്ടില്ല. അതായത് ക്രാക്കിന്റെ ലെങ്ത്, ക്രാക്കിന്റെ ഡെപ്ത്, ക്രാക്കിന്റെ ഓറിയന്റേഷൻ, ഇതിനെ പറ്റിയൊന്നും ഐഡിയ കിട്ടൂല. Then skill required, high skill required. Then false indication ഉണ്ടാവാം, എഡ്ജ് എഫക്റ്റും എൻഡ് എഫക്റ്റ് ഒക്കെ കാരണം false indication ഉണ്ടാവാം. പെർമനന്റ് റെക്കോർഡിംഗ് അവൈലബിൾ അല്ല. ഇതൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്. 5 മാർക്ക്. Then explain the principle of eddy current testing. എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ. അതായത് ആ ഒരു എഡി കറന്റ് ഫോർമേഷൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആവും. ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മുടെ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മെറ്റീരിയലിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് കട്ട് ചെയ്യുകയും ഒരു പുതിയ കറണ്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ആ കറണ്ടിനെയാണ് നമ്മൾ എഡി കറണ്ട് എന്ന് പറയാ. നമ്മൾ കൊടുത്ത പ്രൈമറി കറണ്ട്, അതായത് AC കറണ്ട് ഈസ് ദ പ്രൈമറി കറണ്ട്. അത് കാരണം കോയിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ ഈ പ്രൈമറി മാഗ്നറ്റിക് ഫീൽഡ് കാരണം ടെസ്റ്റ് പീസിൽ ഉണ്ടായ കറണ്ടിനെയാണ് നമ്മൾ എഡി കറണ്ട് അല്ലെങ്കിൽ സെക്കൻഡറി കറണ്ട് എന്ന് പറയാ. ഈ എഡി കറണ്ട് കാരണം മെറ്റീരിയൽ ഓപ്പോസിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് സെക്കൻഡറി മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ തുടങ്ങിയ ഈ എഡി കറന്റ് ടെസ്റ്റിംഗിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാം വിത്ത് ഫിഗർ. 5 മാർക്ക്. Then what are the applications and advantages of eddy current testing? Applications നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ആപ്ലിക്കേഷൻസ്? കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, ക്രാക്ക് ഐഡന്റിഫിക്കേഷൻ, ട്യൂബ് ഇൻസ്പെക്ഷൻ, പിന്നെ തിക്നെസ് മെഷർമെന്റ്. Then advantage, high speed testing, accurate measuring of conductivity, near surface discontinuities can be reliably detected by using low frequency AC, and it can be automated, no physical contacts necessary. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്.
ടെസ്റ്റ് പീസും പ്രോബും തമ്മിൽ കോണ്ടാക്ട് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്പെസിഫിക് അഡ്വാൻറ്റേജസ് ഉണ്ട് ഓരോ ടെസ്റ്റിങ്ങിനും. ഇതായിരുന്നു 2018 നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിന്റെ എക്സാം. ദെൻ ഇത് 2019 നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിന് നടന്ന സപ്ലിമെന്ററി എക്സാം. Question number 12. What are the factors affecting eddy current testing? Factors affecting eddy current testing. 10 മാർക്കാം. എന്തൊക്കെയാ? എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സ്പെസിമെന്റെ ഷേപ്പ്. അത് നമുക്ക് കോയിലിൽ തുടങ്ങാം. നമ്മൾ കൊടുക്കുന്ന AC എഫക്റ്റീവ് അല്ലേ? ഇല്ലടാ, ഹലോ. കറണ്ടിന്റെ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി കൂടുമ്പോൾ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കൂടുവോ കുറയോ? കുറയും. ഫ്രീക്വൻസി കുറയുമ്പോൾ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കൂടും. സോ AC കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസിയെ എഫക്ട് ചെയ്യും. ഫ്രീക്വൻസി എഡ്ഡി കറണ്ടിനെ എഫക്ട് ചെയ്യും. അപ്പൊ ലോ ഫ്രീക്വൻസിയെ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ഹൈ ഡെപ്തിലുള്ള ക്രാക്കിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് ദി AC കറണ്ട് അല്ലെ. പിന്നെയോ വേറെ എന്താ എഫക്ട് ചെയ്യുക? നമ്മളൊരു പ്രോപ്പർ AC കൊടുത്തു, കോയിലിനകത്ത് കറണ്ടൊക്കെ പാസ് ചെയ്തു, പിന്നെ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? ലിഫ്റ്റ് ഓഫ് എഫക്ട് ചെയ്യൂലേ? ലിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? കോയിലും ടെസ്റ്റ് സ്പെസിമെനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ. സോ ലിഫ്റ്റ് ഓഫ് കൂടുമ്പോ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിന് അത് ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യോ അല്ലെ ഗുഡ് ആയിട്ട് എഫക്ട് ചെയ്യോ? ഗുഡ് ആയിട്ട്. ലിഫ്റ്റ് ഓഫ് കൂടാന്ന് വെച്ചാല് ലിഫ്റ്റ് ഓഫ് ഗ്യാപ്പ് കൂടുകയെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. കൂടുമ്പോ നമ്മൾ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിന് അത് ഗുഡ് ആയിരിക്കോ ബാഡ് ആയിരിക്കോ? ബാഡ് ആയിരിക്കും. ലിഫ്റ്റ് ഓഫ് നമ്മൾ മാക്സിമം കുറച്ച് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ടെസ്റ്റിംഗ് പ്രോബ് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. സോ നെക്സ്റ്റ് ഫാക്ടർ ഈസ് ദി ലിഫ്റ്റ് ഓഫ് എഫക്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എഡ്ഡി കറണ്ടിനെ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യുന്ന അടുത്തൊരു പ്രതിഭാസമാണ് എഡ്ജ് എഫക്ട്. ഓർമ്മയില്ലേ എഡ്ജ് എഫക്ട് എന്താന്ന്? കോംപ്ലക്സ് ജിയോമെട്രി അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിന്റെ ടെസ്റ്റ് പീസിന്റെ ജിയോമെട്രിക് ഷേപ്പിൽ വരുന്ന വേരിയേഷൻ കാരണം സംടൈംസ് നമ്മൾ എഡ്ഡി കറണ്ടിനെ എഫക്ട് ചെയ്യും അല്ലെ. എൻഡ് എഫക്ട് ഓർമ്മയില്ലേ? എൻഡ് എഫക്ട്, ഒരു മെറ്റീരിയലിന്റെ എക്സ്ട്രീം സ്റ്റോപ്പ് എത്തി, ഡെഡ് എൻഡ് എത്തി, അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ചെയ്യല് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഡമ്മി പീസ് വെക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഇവിടെ. ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് തന്നെ ക്വസ്റ്റ്യൻ ഉള്ള ഫാക്ടേഴ്സ്. നമ്മൾ ഈ മൊഡ്യൂളിനകത്ത് കുറച്ച് ഫാക്ടറേ പഠിച്ചിട്ടുള്ളൂ. ലിഫ്റ്റ് ഓഫ് എഫക്ട്, അതുപോലെ തന്നെ എഡ്ജ് എഫക്ട്, എൻഡ് എഫക്ട് തുടങ്ങിയ കാര്യങ്ങൾ. അത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്പ്ലെയിൻ ലിഫ്റ്റ് ഓഫ് എഫക്ട്, എഡ്ജ് എഫക്ട്, എൻഡ് എഫക്ട്, 14ാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ നമ്മൾ ഇതിന് പുറമെ ഈ ഫാക്ടറിൽ വരേണ്ട മറ്റൊരു കാര്യമാണ് കോയിൽ ബൈൻഡിങ്സ്. നമ്പർ ഓഫ് ടേണിങ്സ് കൂടുമ്പോൾ നമുക്ക് എഡ്ഡി കറണ്ട് നല്ല സ്ട്രെങ്തിലുള്ള കിട്ടും. അതേപോലെ AC കറണ്ട് ഫ്രീക്വൻസി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെ തുടങ്ങിയ ഇതിന് പുറമെ ഉള്ള കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് ആലോചിച്ചൊക്കെ തന്നെ കിട്ടും. നമ്മളെ കോയിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോയിൽ വൈൻഡിങ്സ് എഫക്ട് ചെയ്യും, കോയിലിലൂടെ പാസ് ചെയ്യുന്ന AC കറണ്ട് എഫക്ട് ചെയ്യും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസ്, ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രാം, അതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇംപിഡൻസ് പ്ലെയിൻ ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസ് നമ്മുടെ ടെസ്റ്റിങ്ങിനെ എഫക്ട് ചെയ്യും. കാലിബ്രേറ്റഡ് എലമെന്റ് അല്ലെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എനി 2 പ്രോബ്സ് യൂസ്ഡ് ഫോർ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ്. നമ്മൾ ഒരുപാട് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് പ്രോബ് ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഫിഗർ ഒക്കെ വരുന്ന 2 എണ്ണേ ഉള്ളൂ. നമ്മുടെ 2 അല്ല 3-4 എണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും നല്ലത് ഒന്ന് അബ്സല്യൂട്ട് പ്രോബ്. എന്താ അബ്സല്യൂട്ട് പ്രോബ്? What is absolute probe? Length full ആയിട്ട്. Absolute probe എന്ന് പറഞ്ഞാൽ സിംഗിൾ കോയിൽ പ്രോബ്.
അല്ലെ? ഒറ്റ കോയിൽ മാത്രമുള്ള പ്രോബ്, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് പ്രോബ്. ഡിഫറൻഷ്യൽ പ്രോബ് എന്ന് പറഞ്ഞാൽ രണ്ട് കോയിൽ ഓപ്പോസിറ്റ് വൈൻഡിങ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇല്ലടാ. അപ്പൊ അത് രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഫിഗർ വരച്ചിട്ട്. ഓക്കെ, 10 മാർക്കാ. Then explain any 2 applications of eddy current testing. 4 ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രാക്ക് ഡിറ്റക്ഷൻ, കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, മെറ്റീരിയൽ തിക്നെസ് മെഷർമെന്റ്, അതുപോലെ തന്നെ ട്യൂബ് ഇൻസ്പെക്ഷൻ. ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മാർക്ക്. Then ഇത് ഡിസംബർ 2018 ഫസ്റ്റ് KTU ബാച്ചിന് നടന്ന NDDയുടെ ആദ്യത്തെ എക്സാം. Question number 12. A tube bundle of a shell and tube heat exchanger has to be inspected. റിപ്പീറ്റ് ആണ്, 10 മാർക്ക്. ഇതേ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ നേരത്തെ? What are different types of eddy current testing probe? റിപ്പീറ്റ് ആണ്. What are the major limitations? റിപ്പീറ്റ് ആണ്. Explain the principle of eddy current testing. റിപ്പീറ്റ് ആണ്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നേരത്തെയും കണ്ടിട്ടുണ്ടാവും. എടാ ഇത് രണ്ടും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ? സോറി. ഞാൻ മാറ്റിയെടുത്ത് തരാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ പറ്റിയതാ. നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഡിസംബർ 2018 ഇത് ഫസ്റ്റ് KTU ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. Okay. 12th question. What is the principle of eddy current testing? എഴുതാലോ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. What is sensitivity in eddy current testing? ഏത് മൊഡ്യൂളിനകത്തും സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും? മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗിൽ നമ്മൾ സെൻസിറ്റിവിറ്റി പഠിച്ചിട്ടുണ്ട്. റേഡിയോ ആക്റ്റീവ് ടെസ്റ്റിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി ഇൻ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഏത് NDT ടെക്നിക്കിലോ ആണെങ്കിലും റിലേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ ഒരു ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ക്രാക്കിന്റെ സൈസിനെയാണ് അല്ലെ? ഇല്ലടാ. ബട്ട് നമുക്കറിയാം എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ക്രാക്കിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല, ക്വാളിറ്റേറ്റീവ് ഡീറ്റെയിൽസേ കിട്ടൂ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ബേസ്ഡ് ഡീറ്റെയിൽസ് ആണ്. സോ ഇവിടെ സെൻസിറ്റിവിറ്റി എന്നുള്ളത് നമ്മൾ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്താണെന്നും അതിന്റെ ഇക്വേഷനും നമുക്കറിയാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്തായിരുന്നു? റൂട്ട് ഓഫ് അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? 500 divided by root of f into mu into sigma. അല്ലേ? സോ ഇവിടുത്തെ സെൻസിറ്റിവിറ്റി വിച്ച് ഇസ് റിലേറ്റഡ് ടു ദി സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. അപ്പൊ അതിനും നമുക്ക് ഇക്വേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ? 500 by root of sigma mu into f. ഇതിനകത്ത് സിഗ്മ എന്ന് പറഞ്ഞ കണ്ടക്ടിവിറ്റി, mu is the permeability, f is the frequency of AC. Then ഡെൽറ്റ അല്ലെങ്കിൽ ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർഫസിൽ ഉണ്ടാകുന്ന എഡ്ഡി കറണ്ടിന്റെ 37% വരെയുള്ള അത്രയും സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ക്രാക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ അല്ലേ? ഹലോ. Then next question, define lift off, edge effect, end effect. ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ കണ്ട പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടാവും. Then explain constant current drive and scanning probe ECT technique.
എന്താ സംഭവം? കോൺസ്റ്റന്റ് കറന്റ് ഡ്രൈവ് ആൻഡ് സ്കാനിങ് പ്രോബ് ECT ടെക്നിക്സ്. ഇതെന്താ അറിയോ? ഇതിന്റെ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡി കറന്റ് ടെസ്റ്റിംഗ് പ്രോബ്സ്. ഈ കോൺസ്റ്റന്റ് കറന്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബ്സല്യൂട്ട് പ്രോബിന് പറയുന്ന പേര്. അബ്സല്യൂട്ട് പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ കോയിൽ പ്രോബാണ് അല്ലെ. അതിനകത്ത് നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് AC കറന്റ് സപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. നമുക്ക് ഇമ്പിഡൻസ് ചേഞ്ച് മെഷർ ചെയ്യുന്നു. സ്കാനിങ് പ്രോബ് ECT പറഞ്ഞാൽ 2 മൾട്ടി കോയിൽസ് ആണ്, അല്ലെ നമ്പർ ഓഫ് കോയിൽസിനെ വൈൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഡിഫറൻഷ്യൽ. ഹലോ 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 സർ. ഓക്കെ. അപ്പോ ഒന്നിലധികം കോയിൽസിനെ വൈൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സ്കാനിങ്ങിന്റെ അല്ലെ ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഇമ്പിഡൻസ് ചേഞ്ച് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ അന്ന് ആരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പേര് മാറ്റി ചോദിച്ചതേ ഉള്ളൂ. കോൺസ്റ്റന്റ് കറന്റ് ഡ്രൈവ് പ്രോബും സ്കാനിങ് പ്രോബും. ഒന്ന് അബ്സല്യൂട്ട് പ്രോബും മറ്റൊന്ന് ഡിഫറൻഷ്യൽ പ്രോബുമാണ്. ദെൻ എക്സ്പ്ലെയിൻ എനി 3 ആപ്ലിക്കേഷൻ ഓഫ് എഡി കറന്റ് ടെസ്റ്റിംഗ്. 4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 3 എഴുതാനാ ചോദിച്ചത്. Then what are the advantages and limitations of eddy current testing? അപ്പോൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു 60% ക്വസ്റ്റ്യൻസും എന്താണ്? റിപ്പീറ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ? നല്ലോണം പഠിക്കുക. അവസാനം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചും കൂടി പഠിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു 85 എബോവ് ഒക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ 6th മൊഡ്യൂളിന്റെ എക്സാം നടത്താം. അത് പെട്ടെന്ന് അറ്റൻഡൻസ് പറയോ? നമ്പർ 1 absent. 1 absent, 2